ഇടുക്കി ജില്ലയിലേക്ക് പോവുകയാണ്. ഇടുക്കി ജില്ലയിലും ശക്തമായ മഴ തുടരുകയാണ്. ടൗൺ പെട്രോൾ പമ്പ് മുതൽ വണ്ടൻമേട് ജംഗ്ഷൻ വരെ ഇടുക്കിയിൽ വെള്ളക്കെട്ട് ഉണ്ടായിരിക്കുന്നു. വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി. നേരിമംഗലം റാണിക്കലിലും കല്ലാർകുട്ടി പാലത്തിന് സമീപവും മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. റോഡരികിൽ നിന്ന് മരങ്ങൾ കടപുഴകി വീഴുകയായിരുന്നു. ജോസിൽ ഇടുക്കിയിൽ നിന്ന് ചേരുകയാണ്. ജോസിൽ, ഇടുക്കി ടൗണിലടക്കം വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ പലയിടങ്ങളിലും മരങ്ങളൊക്കെ വീണ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. പുഴകളിലെ ജലനിരപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഡാമിലെ സാഹചര്യം ഒക്കെ സമഗ്രമായി. മനു, ഇടുക്കി ടൗണിലല്ല, കുമളി ടൗണിലാണ് വെള്ളക്കെട്ട് ഉണ്ടായത്. കുമളി ടൗണിൻ്റെ നിരന്ന പ്രദേശങ്ങളിലാണ് അത്തരത്തിൽ വെള്ളക്കെട്ട് ഉണ്ടായത്. ഇന്ന് 10:30 മന്ത്രി റോഷി അഗസ്റ്റിൻ പങ്കെടുത്തുകൊണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടുക്കി കളക്ടറേറ്റിലാണ്. ഉന്നതതല യോഗം, അതായത് ജില്ലയിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാ വകുപ്പ് മേധാവികളുടെ എല്ലാം യോഗം വിളിച്ചു ചേർത്തിരുന്നു. ഓൺലൈനായിട്ടാണ് യോഗം ചേർന്നത്. റോഷി അഗസ്റ്റിൻ പങ്കെടുത്തു. അതുപോലെ തന്നെ കളക്ടർ വി വിഘ്നേശ്വരി, സബ് കളക്ടർമാർ, മറ്റ് വകുപ്പുകളുടെ മേധാവിമാരെല്ലാം ആ യോഗത്തിൽ പങ്കെടുത്തു. അതിനുശേഷം കളക്ടർ വി വിഘ്നേശ്വരി മാധ്യമങ്ങളെ കണ്ടിരുന്നു. ഇടുക്കി മൂന്നാറിൽ ദുരിതാശ്വാസ ക്യാമ്പ് ഒരെണ്ണം തുടങ്ങിയിട്ടുണ്ട്. മൂന്നാർ അന്തോണിയാർ കോളനിയിലെ കുടുംബങ്ങളെയാണ് അവിടേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. ക്യാമ്പിൽ 19 പേരാണ് ഇപ്പോൾ ആ ക്യാമ്പിലുള്ളത്. അതുപോലെ തന്നെ ഈ പ്രത്യേക ദുരന്തങ്ങൾ ഉണ്ടാകുന്ന ഒരു ഘട്ടം ആയതിനാൽ NDRFൻ്റെ ഒരു ടീം പൈനാവിലെത്തി ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഈ പ്രധാനമായിട്ടും ഈ വൈദ്യുതി തകരാറുകൾ, 100 കണക്കിന് ഇലക്ട്രിക് പോസ്റ്റുകളാണ് ഈ മരം വീണൊക്കെ നശിച്ചിട്ടുള്ളത്. വൈദ്യുതി തകരാർ ഗുരുതരമായി ഇടുക്കി ജില്ലയെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ജില്ലാ കളക്ടർ പറയുന്നത്. ഈ വൈദ്യുതി തകരാർ പരിഹരിക്കുന്നതിനായി സന്നദ്ധ പ്രവർത്തകരുടെ സഹായവും കളക്ടർ അഭ്യർത്ഥിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഗോത്രവർഗ മേഖലയിൽ, അതായത് ഈ കാടിനുള്ളിൽ ഒക്കെ ഒറ്റപ്പെട്ടു പോയ വിഭാഗങ്ങളെ അടക്കം എത്തിക്കുന്നതിനു വേണ്ടി RRT സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നേരിമംഗലം മുതൽ വാളറ വരെയുള്ള അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ട്. മുൻപ് ഉരുൾപൊട്ടൽ ഉണ്ടായ മേഖലയിലും അതുപോലെ തന്നെ മണ്ണിടിച്ചിൽ ഉണ്ടായ മേഖലയിലും ശക്തമായ ജാഗ്രത തുടരാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും കൃത്യമായ വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിൽ സജ്ജമായിട്ടാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫയർഫോഴ്സ് ടീമൊക്കെ വിശ്രമരഹിതമായി പണിയെടുക്കുകയാണ്. മണ്ണിടിച്ചിലുണ്ടായ ചില പ്രദേശങ്ങളിലൊക്കെ നേരിയ തോതിൽ മണ്ണിടിച്ചിലും ആരംഭിച്ചിട്ടുണ്ട്. ഗതാഗതം തടസ്സപ്പെടുന്നുണ്ട്. അതുപോലെ മരം വീണ് ഞങ്ങളിപ്പോൾ തൊടുപുഴയിൽ നിന്ന് ഇടുക്കിയിലേക്ക് വന്ന വഴിയിൽ ഞങ്ങളുടെ മുമ്പിൽ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് മുകളിലേക്ക് മരം വീഴുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ എല്ലാ മേഖലയിലും റോഡിൽ നമ്മൾ കടന്നു വരുന്ന ഓരോ സ്ഥലങ്ങളിലും മരങ്ങൾ വീണ് കിടക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം കൃത്യമായിട്ട് പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സ് എത്തി മരങ്ങൾ മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കുന്ന കൃത്യമായ നടപടികളുമായിട്ടെല്ലാം ജില്ലാ ഭരണകൂടം മുമ്പോട്ട് പോവുകയാണ്. മനു, ശരി, യാത്രകൾ സൂക്ഷിക്കുക. ജോസിൽ മലയോര ജില്ലയാണ്, അറിയാമല്ലോ. ഞാൻ പറയാതെ തന്നെ അതിൻ്റെ ഭൂപ്രകൃതിയൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. വളരെ സൂക്ഷിച്ച് യാത്രകൾ ചെയ്യുക. നമ്മുടെ വാർത്തയുടെ ആവശ്യങ്ങൾക്കാണെങ്കിൽ പോലും ജോസിലാണ് വിവരങ്ങൾ നൽകിയത്. ജോസിൽ പറഞ്ഞൊരു കാര്യം വളരെ ഗൗരവത്തോടെ കാണേണ്ടതാണ്. കാരണം അവർ സഞ്ചരിക്കുന്നു, തൊട്ടു മുൻപിൽ പോയ വാഹനത്തിൻ്റെ മുകളിലേക്ക് ഒരു മരം വീഴുകയാണ്. എത്രമാത്രം അപകട സാധ്യതയാണ്. ഇതാണ് പറയുന്നത്, യാത്രകൾ പരമാവധി ഒഴിവാക്കുക. ഞങ്ങളുടെ ജോലിയുടെ ഭാഗമായിട്ടാണ് യാത്രകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് അത്യാവശ്യമില്ലെങ്കിൽ യാത്രകൾ ഒഴിവാക്കി വീടുകളിലോ സുരക്ഷിതമായ സ്ഥാനങ്ങളിലോ തുടരുക. ജോലിക്കൊക്കെ പോകുന്നവരുടെ ബുദ്ധിമുട്ട് നമുക്കറിയാം. പോകുമ്പോൾ വളരെ സൂക്ഷിച്ച് പോവുക, ശ്രദ്ധിച്ച് പോവുക. ഈ മഴക്കാലം അങ്ങനെയാണ്, നമുക്കത് അറിയാവുന്നതാണ്.